സ്കോട്ട് ഹാൻ എന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകം ഞാൻ ഈയിടെ വായിച്ചിരുന്നു. ദ ലാംസ് സപ്പർ എന്നാണതിൻ്റെ പേര്. കുഞ്ഞാടിൻ്റെ തിരുവത്താഴം. ദ മാസ് ആസ് ഹെവൻ ഓൺ എർത്ത്. ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുന്ന പരിശുദ്ധ ബലി. സ്കോട്ട് ഹാൻ യഥാർത്ഥത്തിൽ ഒരു കാൽവിനിസ്റ്റ് പാസ്റ്ററായിരുന്നു, പ്രോട്ടസ്റ്റന്റ് സഭാംഗം. അദ്ദേഹം തൻ്റെ തന്നെ ഒരു ആകാംക്ഷയുടെ കാരണത്താൽ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ഒരു ഉച്ചസമയത്ത് വിശുദ്ധ ബലിക്ക് പോകുവാനിടയായി. അമേരിക്കയിലെ മിൽവോക്കിയിലെ ഒരു ചെറിയ ദേവാലയത്തിൽ വിശുദ്ധ ബലി തുടങ്ങുന്നതിന് അല്പം മുൻപ് അദ്ദേഹം ആ ദേവാലയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, കാരണം അദ്ദേഹം ഒരു പ്രോട്ടസ്റ്റന്റ് വൈദികനാണ്, അപ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിച്ചാൽ അത് ശരിയല്ല, അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ അധികം ലൈറ്റില്ലാത്ത ഒരു സ്ഥലത്ത് പോയി തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു വിശുദ്ധ കുർബാന പങ്കെടുക്കുവാൻ ചെന്നു. വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ ആ അനുഭവത്തെ പറ്റിയുള്ള വിവരണം. ആദ്യ അധ്യായം തന്നെ, ഇൻ ഹെവൻ റൈറ്റ് നൗ, ഇപ്പോൾ ഞാൻ സ്വർഗത്തിലായിരിക്കുന്നത് പോലെ ഉള്ളൊരനുഭവമാണ് സ്കോട്ട് ഹാനിനുണ്ടായത്. ആദ്യ അധ്യായത്തിൻ്റെ സബ് ടൈറ്റിൽ, വാട്ട് ഐ ഫൗണ്ട് അറ്റ് മൈ ഫസ്റ്റ് മാസ്, എൻ്റെ ആദ്യ ദിവ്യപൂജയിൽ എന്താണ് ഞാൻ കണ്ടത്, അനുഭവിച്ചത്. ഇദ്ദേഹം ഈ കത്തോലിക്ക ദേവാലയത്തിൻ്റെ പിറകിലുള്ള ആ ബെഞ്ചിൽ പോയി ഇരുന്നു. വിശുദ്ധ ബലി തുടങ്ങാറായി. പ്രാരംഭഗീതത്തിന് ശേഷം വൈദികൻ ബലിവേദിയിലേക്ക് പ്രവേശിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്രകാരം വിശുദ്ധ ബലി വളരെ ആഘോഷത്തോടുകൂടെ അദ്ദേഹം ആരംഭിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും അങ്ങനെ വിശുദ്ധ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ആ അഭിസംബോധന. അതിനുശേഷം ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാവരോടും അനുതാപത്തിലേക്ക്, അനുരഞ്ജനത്തിലേക്ക്, പാപബോധത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുന്ന ഭാഗം. ഇതെല്ലാം സ്കോട്ട് ഹാൻ വളരെ ശ്രദ്ധയോടുകൂടെ പങ്കെടുക്കുകയാണ്. അങ്ങനെ അനുതാപത്തിലൂടെ ദൈവത്തോടുകൂടെ അടുക്കുന്ന ആ അനുഭവത്തിൽ നിന്നും പിന്നീട് തിരുവചനത്തിൻ്റെ പങ്കുവയ്ക്കലിലായി. അങ്ങനെ തിരുവചനവും അദ്ദേഹം ശ്രദ്ധയോടെ ഇരുന്നു. അതിനുശേഷം സാവധാനം വിശ്വാസികളുടെ പ്രാർത്ഥന, തങ്ങളെ തന്നെ തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്ന കാഴ്ച സമർപ്പണം, തുടർന്ന് പരിശുദ്ധൻ, ദിവ്യബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ സ്തോത്രയാഗം, കൂദാശ പരികർമ്മം, വിശുദ്ധ ബലിയുടെ അടുത്ത ഭാഗമായ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ജപം, ദിവ്യകാരുണ്യ സ്വീകരണം, അങ്ങനെയുള്ള ആ ഭാഗങ്ങൾ ഓരോന്നും ഈ ഇത്രയും നാൾ ഒരു കാൽവിനിസ്റ്റ് സഭയിൽ അംഗമായിരുന്ന ഈ ഒരു പാസ്റ്റർ ഈ പരിശുദ്ധ ദിവ്യ കുർബാനയിൽ പങ്കുകൊണ്ട് അദ്ദേഹം അനുഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൻ്റെ വികാരം, ഐ ആം ഇൻ ഹെവൻ ഹിയർ ഓൺ എർത്ത്, ഞാനിപ്പോൾ സ്വർഗത്തെ ഈ ഭൂമിയിലിരുന്ന് അനുഭവിക്കുകയാണെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഈ പരിശുദ്ധ ബലിയിൽ അദ്ദേഹം പങ്കുകൊള്ളുക. അദ്ദേഹം ആ വിശുദ്ധ ബലിയുടെ അവസാന ഭാഗം യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടായി അഭിസംബോധന ചെയ്യുന്ന 4 ഭാഗത്ത് തന്നെ അത് അദ്ദേഹത്തിനെ ഒന്നുകൂടെ
വിശുദ്ധ ബൈബിളിലെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 28 പ്രാവശ്യം യേശുവിനെ കുഞ്ഞാടായി ചിത്രീകരിക്കുന്നതെല്ലാം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവസാനം സമാപന ആശീർവാദത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ ഈ മിൽവോക്കിയിലെ കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും ഹാൻസ് കോട്ട് എന്ന ഈ കാൽവിനിസ്റ്റ് പാസ്റ്റർ ഇറങ്ങിപ്പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി യേശുവിൻ്റെ ആ ബലിയിൽ പങ്കുകൊണ്ട്, കുഞ്ഞാടിൻ്റെ ബലിയിൽ പങ്കുകൊണ്ട് ജീവിതത്തിലൊരു പുതിയ അനുഭവമായിട്ടാണ് തിരിച്ചു പോകുക. അങ്ങനെയാണ് അദ്ദേഹം ദ ലാംസ് സപ്പർ, ദ മാസ് ആസ് ഹെവൻ ഓൺ എർത്ത് എന്ന പുസ്തകം രചിച്ചത്. ഇന്ന് അദ്ദേഹം EWTN ഇറ്റേണൽ വർക്ക് ടെലിവിഷൻ നെറ്റ്വർക്കിൽ പലപ്പോഴും കാണുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമുക്ക് ശ്രവിക്കാനാകും. അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ തന്നെ മൂന്നാം ഭാഗത്ത് അതിൻ്റെ ആദ്യ അധ്യായത്തിൽ ഉക്രൈനിയൻ വിശ്വാസികൾക്ക് ഉണ്ടായ, പ്രത്യേകിച്ച് പരമ്പരാഗതമായി അവർ പറഞ്ഞിരുന്ന ഒരു കഥ വിവരിക്കുന്നുണ്ട്. 988 ആണ്ടിലാണ് പ്രിൻസ് ഓഫ് വ്ളാഡിമിർ ഓഫ് കീവ് അദ്ദേഹം തൻ്റെ അനുചരന്മാരെ കോൺസ്റ്റന്റിനോപ്പിളിലുള്ള ഹോളി നെയിം ബസിലിക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ അവർ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുവാൻ ചെന്നു. അവർ ആ ദേവാലയത്തിലേക്ക് വിവിധ തരത്തിലുള്ള പ്രതിമകളും ഭംഗിയുള്ള ചിത്രങ്ങളുമൊക്കെ വച്ച് അലങ്കരിച്ചിരിക്കുന്ന സുന്ദരമായ ആ കോൺസ്റ്റന്റിനോപ്പിലുള്ള ബസിലിക്കയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരെന്തോ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിലേക്ക് ചെല്ലുന്നത് പോലെ തോന്നി. അവർ അന്ന് വിശുദ്ധ ബലിയിൽ പങ്കുകൊണ്ടു. അതിൻ്റെ ധൂമങ്ങളും ഗീതങ്ങളും ഗാനങ്ങളുമെല്ലാം അവിടെ പങ്കുകൊണ്ടപ്പോൾ, സങ്കീർത്തനാലാപനത്തിൽ അവർ പങ്കുകൊണ്ടപ്പോൾ അവർ എഴുതുന്ന ഇപ്രകാരമാണ്: വി ഫെൽറ്റ് ഹിയർ ഹെവൻ ഓൺ എർത്ത് എന്ന്. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം തങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നി. We cannot describe it, but this much we can say, their God dwells among mankind. ഇവിടെ മനുഷ്യരോടൊത്ത് ദൈവം വസിക്കുന്നതായിട്ടുള്ള അനുഭവം. ഇതാണ് സ്കോട്ട് ഹാൻ ദ ലാംസ് സപ്പർ എന്ന പുസ്തകത്തിൽ വിശുദ്ധ ബലിയെപ്പറ്റി അതിസുന്ദരമായി നമ്മോട് വിവരിക്കുക. നമ്മുടെ ഓരോ വിശുദ്ധ ബലിയും ഇതുപോലെ സ്വർഗം അനുഭവിക്കുവാനുള്ള ഏറ്റവും അമൂല്യമായ അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും എല്ലാം കൂടുതലായി അനുഭവിക്കുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ അനുരചനത്തിലേക്ക്, പശ്ചാത്താപത്തിലൂടെ വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള അവസരം, പരിശുദ്ധൻ പാടി ദൈവത്തെ സ്തുതിക്കുവാനും, നമ്മുടെ തന്നെ ജീവിതത്തിനുള്ള എല്ലാ സമർപ്പിക്കുന്ന കാഴ്ചയർപ്പണത്തോടുകൂടെ വിശുദ്ധ ബലി നമ്മെയും അർപ്പിക്കുവാൻ, കാൽവരി മലയിലെ ആ വിശുദ്ധ യാഗത്തോടൊപ്പം നമ്മുടെയും ജീവിതം ഒരു യാഗമായി സമർപ്പിക്കുവാനുള്ള അമൂല്യ അവസരം. പലപ്പോഴും നാം ആവർത്തിച്ചുള്ള വിശുദ്ധ ബലിയുടെ പരികർമ്മവും അതോടൊപ്പം തന്നെ യാന്ത്രികമായിട്ടുള്ള പങ്കാളിത്തവും കൊണ്ട് അതിൻ്റെ ആ വില നാം മറന്നു പോകുന്നു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിക്കുന്നതിനെ പറ്റിയുള്ള വിവരണ ഭാഗമുണ്ട്. എത്രയോ ശ്രദ്ധേയമാണ് അത്. സമയമായപ്പോൾ അവരോടൊപ്പം, അപ്പോസ്തലന്മാരോടൊപ്പം അവൻ അത്താഴം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇതാണ്: പീഡകൾ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാക്കുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. അങ്ങനെ യേശുവിന് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടത്തിയ ആ അന്ത്യ അത്താഴം തൻ്റെ ജീവിതത്തിലുള്ള ആ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ അനുഭവം പങ്കുവയ്ക്കലായിരുന്നു.
ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്, കാൽവരി മലയിലേക്ക് കുരിശും വഹിച്ചു പോകുന്നതിന് മുൻപ്, കുരിശിൽ പീഡകൾ അനുഭവിച്ച് മരിക്കുന്നതിന് മുൻപ് ശിഷ്യന്മാരോടൊപ്പം ഈ അത്താഴം യേശു പങ്കിടുന്നു. അപ്പമെടുത്ത് അവിടുന്ന് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുക, ഇതെൻ്റെ ശരീരമാകുന്നു. തൻ്റെ തന്നെ ജീവിതത്തിലുള്ള ഈ പങ്കുവയ്ക്കൽ, തൻ്റെ തന്നെ ജീവിതം സമർപ്പിക്കുന്നതിനുള്ള ഒരു മുന്നോടിയായി കാസയെടുത്ത് അവിടുന്ന് പറയുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിലെ രക്തം. അങ്ങനെ തൻ്റെ ശരീരം മറ്റുള്ളവർക്കായി വിഭജിക്കുവാൻ, തൻ്റെ രക്തം മറ്റുള്ളവർക്കായി ചിന്തപ്പെടുവാൻ ഉള്ള ശക്തിയും കരുത്തും ഈ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അത്താഴത്തിൽ നിന്ന് ലഭിക്കുകയാണ്. ജീവിതത്തിലെ നൊമ്പരങ്ങളുടെ അവസരങ്ങളിൽ കരുത്ത് കണ്ടെത്തുവാൻ നാം വീണ്ടും വിശുദ്ധ ബലിയിലേക്ക് തിരിച്ചു ചെല്ലണം. ഓരോ വിശുദ്ധ ബലിയുടെ അവസരത്തിലും നമുക്ക് വേണ്ടി തന്നെ സമർപ്പിച്ച, തൻ്റെ തന്നെ ശരീരവും രക്തവും വിഭജിക്കുകയും പങ്കിടുകയും ചെയ്ത ആ യേശുവിൻ്റെ രക്തത്തിൽ നാം പങ്കാളികളാകുമ്പോൾ അറിയാതെ ഒരു കരുത്ത് നമ്മുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. 1991 ഞാൻ ജർമ്മനിയിലെ മ്യൂണിക്കിനടുത്തുള്ള ഡാഹാവ് എന്ന ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്, തടങ്കൽ പാളയം സന്ദർശിക്കുവാൻ പോയത്. ഞാൻ വിചാരിച്ചു രാവിലെ പോയി 1 മണിക്കൂർ വല്ലതും ഒന്ന് കണ്ട് തിരിച്ചു പോരാമെന്ന്. പക്ഷേ എന്തോ എന്നെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു അനുഭവമായിരുന്നു ഡാഹാവിൽ ഞാൻ അന്ന് കണ്ടത്. 1931 ഡാഹാവിലെ ഈ തടങ്കൽ പാളയം തുടങ്ങുന്നത്. ഹിറ്റ്ലറിൻ്റെ കിരാത ഭരണകാലത്ത് 1933 മുതൽ അവിടെ നിരവധി യഹൂദരെയും ക്രിസ്ത്യാനികളെയും മറ്റെല്ലാവരെയും അവിടെ പാർപ്പിക്കുവാൻ തുടങ്ങി. ലോക ചരിത്രത്തിൽ ഇത്രയും മനുഷ്യരോടുള്ള ഹീനമായ, ക്രൂരമായ നടപടിക്രമങ്ങൾ നടത്തിയ ഒരു സ്ഥലമുണ്ടോ, ഒരു ചരിത്രമുണ്ടോ എന്ന് സംശയം. അത്രയും കിരാതമായിട്ടുള്ള പരീക്ഷണങ്ങളാണ് അവിടെ നടന്നത്. ഒരു മനുഷ്യ വ്യക്തി എത്രമാത്രം തണുപ്പ് അതിജീവിക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുവാൻ മഞ്ഞ് പാളികൾ ഇട്ട ടാങ്കിൽ ഒരു മനുഷ്യനെ നിർത്തും അല്ലെങ്കിൽ കിടത്തും. എന്നിട്ട് പരീക്ഷണം ആരംഭിക്കുകയായി. എത്ര സമയം, എത്ര ഡിഗ്രി വരെ ഈ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ശൈത്യം, തണുപ്പ് അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്നുള്ള പരീക്ഷണം. അല്ലെങ്കിൽ വലിയ ലോഹ ടാങ്കിൽ വെള്ളം നിറച്ച് ആ വെള്ളം തിളപ്പിച്ച് എത്ര ഡിഗ്രി വരെ ഒരു മനുഷ്യ ശരീരത്തിന് ഈ ജലത്തിൻ്റെ താപം, തിളച്ച വെള്ളത്തിൻ്റെ ചൂട് അതിജീവിക്കാനാകും. അവിടെ രേഖപ്പെടുത്തുക, ഇന്ന ഡിഗ്രിയിൽ പരീക്ഷണ ജീവി കൊല്ലപ്പെട്ടു എന്നാണ്. മാത്രമല്ല, മറ്റ് ചില പരീക്ഷണങ്ങൾ അവിടെ നടന്നത് ഡാഹാവിലെ ഈ തടങ്കൽ പാളയത്തിൽ നടന്നത്. ഉദാഹരണമായി, ഒരു കുതിരയുടെ ബീജം ഒരു മനുഷ്യ സ്ത്രീയിൽ നിക്ഷേപിച്ചാൽ ജനിക്കുന്ന കുഞ്ഞ് എപ്രകാരമായിരിക്കും? കുതിരയുടെ ബലത്തോടും ഒരുപക്ഷെ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയോടും കൂടെ ആയിരിക്കുമോ? ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, നിരന്തരമായ വേദനകൾ, യാതനകൾ, ത്യാഗത്തോടുകൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ജീവിതം. ഈ ഡാഹാവിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ പ്രധാന കവാടത്തിൽ, ഇരുമ്പുകൊണ്ടുള്ള വലിയ കവാടത്തിൽ എഴുതിയിരിക്കുന്നത് ജർമ്മൻ ഭാഷയിൽ ആർബൈറ്റ് മാക്ട് ഫ്രൈ എന്നാണ്. അതായത് അധ്വാനം നിങ്ങളെ സ്വതന്ത്രരാക്കും. പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കണിക പോലും അനുഭവിക്കാതെ ജനങ്ങൾ അവിടെ കഷ്ടപ്പാടിൻ്റെ ദിനങ്ങൾ എണ്ണിക്കഴിഞ്ഞു. ചിലപ്പോൾ ഉപകാരമില്ലാത്ത വ്യക്തികളെ, പ്രത്യേകിച്ച് മന്ദബുദ്ധികളായുള്ളവരെ, മറ്റ് ശാരീരിക മാനസിക വൈകല്യമുള്ളവരെ നേരെ ഗ്യാസ് ചേമ്പറിലേക്ക് വിടും. അങ്ങനെ എന്നും മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ത്യാഗം പിടിച്ച, നൊമ്പരം നിറഞ്ഞ ജീവിതം. അവിടുത്തെ അനുഭവങ്ങളെപ്പറ്റി പണ്ട് മ്യൂണിക് അതിരൂപതയുടെ സഹായമെത്രാനായിരുന്ന ബിഷപ്പ് ജോഹന്നസ് ഹോയ്സ്ലർ
ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു ചെറിയ ഒരു പുസ്തകം. വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഇൻ ദ കോൺസെൻട്രേഷൻ ക്യാമ്പ്, ഈ തടങ്കൽ പാളയത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകം. അതിൽ അദ്ദേഹം വളരെ ഹൃദയഹാരിയായി വിവരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കത്തോലിക്ക പുരോഹിതർ, വിശ്വാസികൾ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ഈ പുരോഹിതർക്കറിയാം, തങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിൻ്റെ ഒരു കരുത്തിൻ്റെ കൃപ കണ്ടെത്തുക ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴാണല്ലോ. ആ വിശുദ്ധ ബലി, വിശുദ്ധ ദിവ്യകാരുണ്യം ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണല്ലോ തങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ആശ്വാസവും കരുത്തും കടന്നെത്തുക. പക്ഷേ അതിനുള്ള സാഹചര്യമില്ല, അനുവാദവുമില്ല. അവർക്ക് എല്ലാ പ്രഭാതങ്ങളിലും പ്രഭാത ഭക്ഷണത്തിനായി ഒരുതരം ഉണക്ക റൊട്ടി കിട്ടുമായിരുന്നു. അവർ ഈ ഉണക്ക റൊട്ടിയുടെ ഒരു കഷ്ണം കയ്യിൽ എടുത്തിട്ട് അവർ അല്പനേരം കണ്ണുകളടച്ച് ഇരിക്കും. ഈ കണ്ണുകളടച്ചിരിക്കുന്ന സമയം അവർ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെപ്പറ്റി ധ്യാനിക്കും. അവിടുത്തെ അന്ത്യത്താഴത്തെ സമയത്തെപ്പറ്റി ഓർക്കും. ആ അന്ത്യത്താഴത്തിൻ്റെ തുടർച്ചയായ കാൽവരി മലയിലെ പരമയാഗത്തെപ്പറ്റി അനുസ്മരിക്കും. കുരിശിൽ പിടഞ്ഞു മരിച്ച ആ ത്യാഗബലിയെ അവർ മനസ്സിൽ കൊണ്ടുവരും. എന്നിട്ട് അവർ ആകെ പറയുന്ന 2 വാക്കുകൾ. കാരണം കൂടുതൽ ഉച്ചരിച്ചാൽ, കൂടുതൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അത് കാരാഗൃഹത്തിൻ്റെ യാതനകളിലേക്ക് അവരെ വലിച്ചെറിയുവാനുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ട് അവർ പറയുമായിരുന്നു, വി റിമെമ്പർ, ഞങ്ങൾ ഓർക്കുന്നു. അങ്ങനെ ഈ 2 വാക്ക് ഉച്ചരിച്ചുകൊണ്ട് അവർ ഓർക്കുമായിരുന്നു കാൽവരിയിലെ ത്യാഗത്തിൻ്റെ കഥ, കുരിശിലെ മരണത്തിൻ്റെ ഓർമ്മ. അങ്ങനെ ഈ 2 വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് വി റിമെമ്പർ, ഞങ്ങൾ ഓർക്കുന്നു എന്ന് ആവർത്തിച്ചുകൊണ്ട് അവർ ഈ തടങ്കൽ പാളയത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും നൊമ്പരങ്ങളും വേദനകളുമെല്ലാം ക്ഷമയോടെ സഹിക്കുവാൻ, ഈ ത്യാഗങ്ങൾക്കപ്പുറത്ത് ഒരു പ്രതീക്ഷയുടെ, ആശ്വാസത്തിൻ്റെ നല്ല നാളുകളെപ്പറ്റി, ഒരു ഉത്ഥാനത്തെപ്പറ്റി സ്വപ്നം കാണുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നുവെന്ന് ജോഹന്നസ് ഹൗസ്ലർ ഈ വാട്ട് വാസ് ഇറ്റ് ഇൻ ദ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ത്യാഗത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, വേദനയുടെ അവസരത്തിൽ അതിനപ്പുറത്തുള്ള ഒരു നല്ല നാളെയെപ്പറ്റി ചിന്തിക്കുവാൻ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്നറിയുമ്പോൾ കരുത്തു കണ്ടെത്തുവാൻ വിശുദ്ധ ബലിയിൽ നമുക്ക് ആശ്രയവും ആശ്വാസം കണ്ടെത്തുവാനാകും. നാം അർപ്പിക്കുന്ന ഓരോ ബലിയും, നാം പങ്കുകൊള്ളുന്ന ഓരോ പരിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കരുത്തും കൃപയും ദൈവത്തിൻ്റെ അനന്തമായ കരുതലും അനുഭവിക്കുവാനുള്ള അവസരമാണ്. ജോൺ പോൾ II മാർപ്പാപ്പയുടെ 14ാമത്തെ എൻസിക്ലിക്കൽ ലെറ്റർ എക്ലേസിയ ദ യൂക്കറിസ്തിയ എന്നതാണ്. പരിശുദ്ധ ബലിയിൽ നിന്നും കടന്നു വരുന്ന തിരുസഭ, വളരെ ശ്രദ്ധേയമാണ് അതിലെ പ്രതിപാദ്യം. പരിശുദ്ധ ബലിയിൽ നിന്നാണ് സമൂഹമായി നമുക്ക് പരിണമിക്കുവാൻ സാധിക്കുക. സമൂഹത്തിൻ്റെ സൗഹാർദ്ദതയും കൂട്ടായ്മയും ഐക്യവും എല്ലാം അനുഭവിക്കാനാകുക ഈ വിശുദ്ധ ബലിയിൽ നിന്നാണ്. ഈയിടെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ആ പുണ്യശ്ലോകനായ മാർപ്പാപ്പ റോമിൽ തന്നെയുള്ള ജമല്ലി ആശുപത്രിയിൽ നിന്നും 2005 അയച്ച ഒരു വൈദികർക്ക് എഴുതിയ ഒരു കത്തുണ്ട്. അതിൽ അദ്ദേഹം പറയുക, നാം വിശുദ്ധ ബലിയിൽ ചൊല്ലുന്ന ഓരോ കൂദാശവചനവും പഠിച്ച് പറയുന്ന, ആവർത്തിച്ചുദ്ധരിക്കുന്ന വെറും യാന്ത്രികമായ വാക്കുകളല്ല. ഇറ്റ്സ് എ ഫോർമുല ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ഒരു ഉള്ളടക്കമുള്ള വാക്കുകളാണ്, വചനങ്ങളാണെന്ന്, ജീവിതം തന്നെയാണ് എന്ന് വിശുദ്ധനായ ജോൺ പോൾ II മാർപ്പാപ്പ പറയുന്നു. എത്രയോ ശ്രദ്ധേയമാണ്. നമ്മുടെ ജീവിതം തന്നെയാണ് ഓരോ കൂദാശ വചനവും. ജീവിതത്തെ സ്പർശിക്കുന്നതായിരിക്കണം നമ്മുടെ ഓരോ വിശുദ്ധ ബലിയുടെ പരികർമ്മവും പങ്കാളിത്തവും. ലൂക്കായുടെ സുവിശേഷം
9-ാം അധ്യായത്തിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ആ അത്ഭുത പ്രവർത്തനത്തിൻ്റെ വിവരണമുണ്ട്. അവിടെ യേശുവിനെ ശ്രവിക്കുവാൻ വേണ്ടി നഗരങ്ങളിൽ നിന്നും നാട്ടിൻപുറത്തിൽ നിന്നുമെല്ലാം ജനങ്ങൾ വലിയൊരു പുരുഷാരം അവിടത്തെ സമീപിക്കുന്നു. തന്നെ ശ്രവിച്ചിരുന്ന ഈ ജനങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടുന്ന് അവരോട് പറയുക, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവനെന്നാണ്. നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുക. അവർക്ക് യേശുവിനറിയാം ഈ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണത്തിൻ്റെ വലിയ സംഭാരമൊന്നും അവരുടെ കൈവശമുണ്ടാവില്ല എന്ന്. പക്ഷേ അവിടെ നിന്ന് ആവശ്യപ്പെടുക, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുക. അവിടെ കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സംഘാതമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് ചെയ്യുക. ശിഷ്യന്മാർ പറയുക, ഞങ്ങളുടെ വശം 5 ബാർലിയപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരുടെ കൈവശമുള്ള ആ 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നു. നമ്മുടെ ഓരോ വിശുദ്ധ ബലിയും ഇതുപോലെ സമൂഹത്തോടുള്ള ഒരു പ്രതിജ്ഞാബദ്ധതയുടെ ഒരു തുടർച്ച കൂടെയാണ്. സാമുവൽ റായൻ എന്ന ഈശോസഭാ വൈദികൻ, അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകം ദ ബോഡി, ബ്ലഡ് ആൻഡ് ബ്രെഡ് എന്ന പുസ്തകത്തിൽ പറയുക, ഓരോ വിശുദ്ധ ബലിയും ഒരു സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗം കൂടെയാണ് എന്നാണ്. നാം അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയോടൊപ്പം തന്നെ നാം അതിൽ പങ്കുകൊള്ളുമ്പോൾ അത് വിശുദ്ധ ബലിയിൽ നാം യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങളോടുള്ള ഒരു കൂട്ടുത്തരവാദിത്വം കൂടെ ഓർമ്മിക്കുവാനുണ്ട്. മദർ തെരേസ പറയുമായിരുന്നു, പ്രഭാതത്തിൽ ഞങ്ങൾ തിരുവൾത്താരയിൽ, വിശുദ്ധ ബലിയിൽ, തിരുവോസ്തിയിൽ ക്രിസ്തുവിനെ ദർശിക്കുന്നു. ദിവസത്തിലുള്ള മറ്റ് മണിക്കൂറുകളിൽ, അവസരങ്ങളിൽ നൊമ്പരപ്പെടുന്ന സഹോദരങ്ങളിൽ, വേദനിക്കുന്ന വ്യക്തികളുടെ മുറിവുകളിൽ ഞങ്ങൾ വീണ്ടും രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടെത്തുന്നുവെന്ന്. നാം അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയുടെയും പൂർത്തീകരണം നമ്മുടെ അനുദിന ജീവിതത്തിൽ എൻ്റെ അയൽക്കാരോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും അവരോടുള്ള കാരുണ്യവും അനുകമ്പയും എല്ലാമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ബലിയുടെ അവസരം നമുക്ക് അമൂല്യമായ സ്വർഗത്തിൻ്റെ സ്നേഹം ഭൂമിയിൽ അനുഭവിക്കുവാനുള്ള അവസരമാണ്. മറ്റുള്ളവരോട് എൻ്റെ ഹൃദയം തുറക്കുവാൻ യേശു എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ സ്വയം ബലിയായി സമർപ്പിച്ചതിൻ്റെ ഓർമ്മയോടൊപ്പം എൻ്റെയും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമാകുവാൻ, സ്നേഹമാകുവാൻ, ബലിയായി തീരുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഞാൻ അർപ്പിക്കുന്ന ഓരോ ബലിയും ദൈവമേ അങ്ങയുടെ ആനന്ദമായ സ്നേഹം അനുഭവിക്കുന്ന അവസരമാകട്ടെ. ആ സ്വർഗത്തിൻ്റെ സ്നേഹം ജീവിതത്തിൽ പങ്കുകൊള്ളുന്നതിൻ്റെ നിമിഷങ്ങളാകട്ടെ. ഓരോ ബലിയർപ്പണത്തിന് ശേഷവും അതിൻ്റെ തുടർച്ചയായി എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷവും സ്നേഹവും സമാധാനവും പകരുന്നതിൻ്റെ ഒരു അനുഭവമായി, അപ്രകാരം ഒരു സമാധാനത്തിൻ്റെ ഉപകരണമായി ഞാൻ പരിണമിക്കുന്നതിനുള്ള അവസരമാകട്ടെ. ക്രിസ്തുവിൻ്റെ ബലി പൂർണ്ണമാകുക. എൻ്റെ അനുദിന ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങളോടുള്ള കാരുണ്യം ഞാൻ പ്രകടമാക്കി ജീവിക്കുമ്പോഴാണ് നമുക്കും ജീവിക്കുന്ന ബലിവസ്തുക്കളായി മാറാം. യേശുവിൻ്റെ ബലിയിൽ അർത്ഥപൂർണമായി പങ്കുകൊള്ളാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.